കല്ല് മുകളിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ചു ദൂരം പോയതിനു ശേഷം അത് താഴേക്ക് വരും, ഒടുവിൽ നിലത്ത് തട്ടി നിൽക്കും, അല്ലേ? പക്ഷെ അങ്ങനെ തട്ടി നിൽക്കാൻ നിലവില്ലായിരുന്നു എങ്കിലോ? അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഭൂമിക്ക് നെടുകെ ഒരു ഹോൾ ഡ്രിൽ ചെയ്തു എന്ന് വിചാരിക്കുക. അത് സാധ്യമായ കാര്യമല്ല, അല്ലെങ്കിലും അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ള ഒരു ഹോളിലൂടെ കല്ല് നമ്മൾ താഴേക്ക് ഇടുകയാണെങ്കിൽ കല്ലിന് എന്ത് സംഭവിക്കും? വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇൻഫോടെക്. ചിലപ്പോൾ അശ്രദ്ധ മൂലം പല വസ്തുക്കളും നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീഴാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, താഴെ വീഴാതെ ഏറിൽ തന്നെ നിൽക്കുകയായിരുന്നു എങ്കിൽ പല വസ്തുക്കളും കേടാകാതെ കിട്ടിയേനെ എന്ന്. നമുക്കറിയാം, ഗുരുത്വാകർഷണം കാരണമാണ് വസ്തുക്കൾ താഴേക്ക് വീഴുന്നതെന്ന്. ഗുരുത്വാകർഷണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന പേരേതാണ്? ന്യൂട്ടന്റെയാണ്, അല്ലേ? ഒരിക്കൽ ന്യൂട്ടൻ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ആപ്പിള് ന്യൂട്ടന്റെ തലയിൽ വന്ന് വീണു. അപ്പോൾ ന്യൂട്ടൻ ആ ആപ്പിള് കയ്യിലെടുത്തിട്ട് ചിന്തിച്ചു, എന്തുകൊണ്ട് ആപ്പിള് താഴത്തോട്ട് വീണു, മുകളിലോട്ട് പോകാതെ? ഇതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഗുരുത്വാകർഷണം എന്ന ഒരു ആശയത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥ, അല്ലെ? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ഭൂഗുരുത്വം എന്ന് പറയുന്നു. പക്ഷെ ഇത് ഭൂമിയുടെ മാത്രം പ്രത്യേകതയല്ല, പിണ്ഡമുള്ള എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വമുണ്ട്. അതായത് ചെറിയ കല്ലിനും എനിക്കും നിങ്ങൾക്കും ഗുരുത്വമുണ്ട്. കൂടാതെ ന്യൂട്ടന്റെ പ്രശസ്തമായ ആപ്പിളിന് പോലും ഗുരുത്വമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എല്ലാ വസ്തുക്കളും എന്തുകൊണ്ട് അടുത്ത് വരുന്നില്ല എന്ന്. അതിന് നമുക്ക് ന്യൂട്ടൻ എന്താണ് ഗ്രാവിറ്റിയെ കുറിച്ച് പറഞ്ഞതെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ന്യൂട്ടൻ മുന്നോട്ട് വെച്ചത് ഇതായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ. പക്ഷെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഭൂമിയിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരിലും ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ബ്ലാക്ക് ഹോളിന്റെ ഗുരുത്വാകർഷണം വരെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതത്ര തീവ്രമല്ല എന്ന് മാത്രം. ഇങ്ങനെ വിശദീകരിച്ചു തരുന്നതാണ് മുൻ പറഞ്ഞ ഈ സമവാക്യം. അതായത് രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളുടെയും മാസിന്, അതായത് പിണ്ഡത്തിന്റെ ഗുണിതത്തിനും നേർ അനുപാതത്തിലും, അതുപോലെ അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. അതായത് വസ്തുക്കളുടെ പിണ്ഡം കൂടുന്നതനുസരിച്ച് അവ തമ്മിലുള്ള ഗുരുത്വാകർഷണം കൂടുകയും അതുപോലെ തന്നെ ദൂരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുകയും ചെയ്യുന്നു. എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ആപ്പിൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമി ആപ്പിളിനടുത്തോട്ടു കൂടി നീങ്ങേണ്ടതല്ലേ എന്ന്. ഇതിന് സമാനമായ മറ്റൊരു സാധ്യത നമുക്ക് നോക്കാം. രണ്ട് തുല്യ ശക്തിയുള്ള രണ്ട് കാന്തങ്ങൾ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ അവ ആകർഷിക്കും. ഇവ രണ്ടും പരസ്പരം അടുത്തേക്ക് വരുന്നതായി കാണാം. രണ്ടിനും സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്യും. പക്ഷേ ഇവയിൽ ഒന്ന് വളരെ ദുർബലമായ കാന്തമാണെങ്കിൽ അതിന് മാത്രമായിരിക്കും സ്ഥാനചലനം സംഭവിക്കുന്നത്, അല്ലേ? ഗുരുത്വാകർഷണം ഇതിന് സമാനമാണ്. തുല്യ പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തു വരും. രണ്ടിനും സ്ഥാനചലനം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഒന്നിനെ അപേക്ഷിച്ച് മറ്റേതിന്റെ പിണ്ഡം വളരെ കുറവാണെങ്കിൽ ചെറിയ മാസുള്ള വസ്തു വലുതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇനി ഇതുപോലെ തന്നെ ഗുരുത്വാകർഷണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ദൂരം. രണ്ട് കാന്തം, ഒന്ന് വലുതും മറ്റേത് ചെറുതും, വളരെ ദൂരത്ത് വെക്കുകയാണെങ്കിൽ അവ തമ്മിൽ ആകർഷണം ഉണ്ടെങ്കിലും അത് വളരെ ദുർബലമായിരിക്കും. ഇനി നമ്മൾ ഒരു ഇരുമ്പ് കഷ്ണം ചെറിയ കാന്തത്തിന് അടുത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് ചെറിയ കാന്തത്തിന് അടുത്തേക്ക് നീങ്ങുന്നതായി കാണാം. ശക്തിയേറിയ വലിയ കാന്തം കുറച്ച് മാറിയിരിക്കുന്നുണ്ടെങ്കിലും ദൂരം കൂടുന്തോറും അതിന്റെ ആകർഷണബലം കുറയുന്നു എന്നതുകൊണ്ടാണ് ഇതിന് ഇരുമ്പ് കഷ്ണത്തിനെ ആകർഷിക്കാൻ കഴിയാത്തത്. ഇതിന് സമാനമായ രീതിയിലാണ് ഗുരുത്വാകർഷണത്തിനും ശക്തി കുറഞ്ഞു വരുന്നത്. ഭൂമിയിൽ മറ്റൊന്നിന്റെയും ആകർഷണം നമുക്ക് അനുഭവപ്പെടാത്തത് ഇതുകൊണ്ടാണ്. ഭൂമിയുടെ വലിപ്പം അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റുള്ളതെല്ലാം വളരെ ചെറുതാണ്. ഭൂമിയേക്കാൾ പിണ്ഡമുള്ള വസ്തുക്കളെല്ലാം വളരെ അകലെയുമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വസ്തു സൂര്യനാണ്. സൗരയൂഥത്തിന്റെ നല്ലൊരു ശതമാനം മാസ് ഉൾക്കൊള്ളുന്നത് സൂര്യനിൽ തന്നെയാണ്. എന്നിരുന്നിട്ടും സൂര്യന്റെ ഗുരുത്വാകർഷണം നമുക്ക് അനുഭവപ്പെടാത്തത് സൂര്യൻ വളരെ അകലെ ആയതുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് സൂര്യന്റെ ഗുരുത്വാകർഷണം കാരണമാണ്. അതുപോലെ ഭൂമിയിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കാരണമാണ്. മാത്രമല്ല ഭൂമി ആദ്യകാലങ്ങളിൽ സ്വയം കറങ്ങിക്കൊണ്ടിരുന്നത് വളരെ സ്പീഡിലായിരുന്നു. അതായത് ഒരു ദിവസം എന്നത് 6 മണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കാരണമാണ് ഭൂമിയുടെ സ്പീഡ് കുറയുകയും ഒരു ദിവസം എന്നത് 24 മണിക്കൂറിലേക്ക് നീളുകയും ചെയ്തത്. ഗുരുത്വാകർഷണത്തെ കുറിച്ച് ഏറെക്കുറെ വ്യക്തമായ ഒരു ഐഡിയ തന്നത് ഐസക് ന്യൂട്ടൻ ആണെങ്കിലും അതിനു മുൻപേ ഗലീലിയോ നടത്തിയ ചില പഠനങ്ങളിൽ നിന്നുമാണ് ന്യൂട്ടൻ തന്റെ സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചത്. വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഉയരത്തിൽ നിന്നും താഴേക്ക് ഇടുമ്പോൾ അവ ഒരേ സമയം ഭൂമിയിലേക്ക് എത്തുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എയർ ഫ്രിക്ഷൻ കാരണമാണ് ചില വസ്തുക്കൾ വേഗത കുറഞ്ഞ് പതുക്കെ താഴേക്ക് എത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ വസ്തുക്കൾ എങ്ങനെയാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ ഈ ഭൂഗുരുത്വാകർഷണം കാരണമാവുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു കല്ല് നേരെ വലിച്ചെറിയുകയാണെങ്കിൽ അതൊരു വില്ലിന്റെ ആകൃതിയിൽ കറങ്ങി വീഴുന്നത് കാണാം.
കൂടുതൽ ശക്തിയിൽ വലിച്ചെറിയുമ്പോൾ കൂടുതൽ ദൂരത്തേക്ക് പോകുന്നത് കാണാം. അപ്പോഴും ഇതിന്റെ പാത വളഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഭൂമി ഉരുണ്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ഭൂമിയിൽ വളരെ ഉയരത്തിലുള്ള ഒരു കുന്നിന്റെ മുകളിൽ നിന്നും വളരെ ശക്തിയായി നിങ്ങൾ ഒരു കല്ല് വലിച്ചെറിയുന്നെന്ന് വിചാരിക്കുക. അപ്പോഴും അതിന്റെ പാത വളഞ്ഞു തന്നെയായിരിക്കും പോകുന്നത്. പക്ഷേ അത് ഭൂമിക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ പാത ഇതുപോലെ ഒരു ദീർഘവൃത്താകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്. അതായത് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു വസ്തു കൃത്യമായ പ്രവേഗത്തിലാണെങ്കിൽ അത് ഭൂമിക്ക് ചുറ്റും കറയും കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നത്. ഉയരത്തിനനുസരിച്ച് ഇതിന് വളരെ ചെറിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. അതായത് സമുദ്രനിരപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം ഉയരം കൂടുന്തോറും കുറഞ്ഞു വരുന്നു. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിനടുത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിലോ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഭൂമിയുടെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഹോളിലൂടെ നമ്മൾ താഴേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ കേന്ദ്രത്തിൽ തങ്ങി നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് അവിടെ സീറോ ഗ്രാവിറ്റി ആയിരിക്കും. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരേ അളവിലുള്ള ഒരേ വലിക്കലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വളരെയധികം മാസുള്ള ചില വസ്തുക്കളുടെ കാര്യത്തിൽ വരുമ്പോൾ ന്യൂട്ടന്റെ ഈ സമവാക്യം ചിലപ്പോൾ മതിയാകാതെ വരും. അവിടെയാണ് നമുക്ക് ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി ആശയമായി വരുന്നത്. അത് പക്ഷേ പറയാനാണെങ്കിൽ കുറേയേറെയുണ്ട്. മറ്റൊരു വീഡിയോ തന്നെ വേണ്ടിവരും. അതിനായി സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.